ഇന്ദ്രനീലം. രചന അലീന ജോൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വർഷയാച്ചനും കാറിൽ നിന്നിറങ്ങി പുലരിക്കലില്ലത്തിന്റെ പൂമുഖത്തേക്ക് നടന്നു. പടിപ്പുരയും പൂമുഖവും പത്തായപ്പുരയും കോവിലും സർപ്പക്കാവ് 2 കുളങ്ങളും 3 നിലകളുള്ള 4 കെട്ടും ചേർന്നാണ് 7.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പുലരിക്കലില്ലം. ചെങ്കലിൽ പണിതുയർത്തിയ 4 കെട്ട്. 4 കെട്ടിന്റെ കൊത്തുപണികൾ നിറഞ്ഞ തൂണുകളും വാതിലുകളും ജനാലകളും മച്ചും തേക്കിലും ആഞ്ഞിലിലും പണി കഴിപ്പിച്ചിരിക്കുന്നു. വർഷയുടെ അച്ഛനെ കണ്ടതും 80 വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീ പൂമുഖത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി കാറിനടുത്തേക്ക് വന്നു. ശേഖര, നീ അമ്മയെ മറന്നൂലേ? ഇത്രയും കാലം എവിടെയായിരുന്നു എന്റെ കുട്ടിയെ നീ? വർഷയുടെ അച്ഛന്റെ തലമുടികളിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് നിറഞ്ഞ മിഴികളോട് ആ സ്ത്രീ ചോദിച്ചു. അമ്മയ്ക്ക് സുഖല്ലേ? വർഷയുടെ അച്ഛൻ ചോദിച്ചു. മക്കളെ കാണാണ്ട് അമ്മയ്ക്ക് എന്ത് സുഖം എന്റെ കുട്ടിയെ എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ആ സ്ത്രീ വർഷയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ കുട്ടി ആരാ ശേഖര? നിന്റെ മോളാണോ? അതെ അമ്മേ. കുട്ടിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? കുട്ടിയുടെ അച്ഛമ്മയാ. ആ സ്ത്രീ വർഷയോട് പറഞ്ഞു. അച്ഛമ്മേ, എന്താ കുട്ടിയുടെ പേര്? വർഷ. വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വരൂ കുട്ടി. വർഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു. മുകുന്ദ, കുട്ടിയോടെ പെട്ടിയും സാമാനങ്ങൾ എടുക്കാൻ ആള് ഏർപ്പാടാക്കുക. ശരിയമ്മേ, മുകുന്ദൻ പറഞ്ഞു. അപ്പൊ മുകുന്ദൻ എന്ന പേരുള്ള ആൾ അച്ഛന്റെ ചേട്ടനോ അനിയനോ ആയിരിക്കും. വർഷ ചിന്തിച്ചു. തന്നെ അത്ഭുതത്തോടെ നോക്കി പൂമുഖപ്പടിയിലിരിക്കുന്ന പുരുഷാരത്തെ ഒന്ന് വീക്ഷിച്ചുകൊണ്ട് വർഷ പൂമുഖം കടന്ന് കിഴക്കിനി കോലായിലേക്ക് പ്രവേശിച്ചു. അവിടെ വാദ്യമേളാദികൾ നിരത്തി വെച്ചിരിക്കുന്ന വർഷ കണ്ടു. കിഴക്കിനി കോലായിൽ വന്നിട്ട് നേരെ നോക്കിയാൽ കാണുന്ന നടുമുറ്റവും നടുമുറ്റത്തിന്റെ ഒത്ത നടുക്കുള്ള തുളസിത്തറയുമാണ്. നടുമുറ്റത്തിന് ചുറ്റും 4 ഇറയങ്ങളുണ്ട്. ആ ഇറയങ്ങളിൽ താഴത്തെ നിലയിലുള്ള മുറികളിലേക്കുള്ള കവാടങ്ങളുണ്ട്. കൂടാതെ ഇറയങ്ങളുടെ ഓരോ കോണിലും 1-ാം നിലയിലേക്ക് ഓരോ കോണിപ്പടി വീതമുണ്ട്. കിഴക്കിനിയിലെ ചാരുകെട്ടിലെ അച്ഛമ്മ വർഷയെ പിടിച്ചിരുത്തി. എന്നിട്ട് അച്ഛമ്മ വർഷയുടെ അരിയിലിരുന്നു. വർഷയുടെ കയ്യിൽ പിടിച്ചിരുന്നുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു. കുട്ടിയുടെ മുഖം ഒന്ന് കാണണമെന്ന് അച്ഛമ്മ എത്ര ആഗ്രഹിച്ചിരിക്കണമെന്ന് അറിയൂ കുട്ടിക്ക്. പുലരിക്കൽ ഭഗവതി നിരീക്ഷിക്കണ പോലെയല്ലേ വരൂ. കണ്ണടയ്ക്കും മുമ്പ് കുട്ടിയെ കാണാൻ പറ്റിയല്ലോ, അതെന്നെ മുൻജന്മ സുഹൃതം. വർഷ അച്ഛമ്മയുടെ സംസാരം അത്ഭുതത്തോടെ കേട്ടിരുന്നു. ബാനു, കുട്ടികൾക്ക് കുടിക്കാൻ സംഭാരം എടുക്കുക. അച്ഛമ്മ വടക്കിനിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഉവ്വ് വലിയമ്പ്രാട്ടി. ആരുടെയോ ശബ്ദം വടക്കിനി കോലായിലെ മുറികളിൽ ഒന്നിൽ നിന്നും ഗമിച്ചു. 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഒരു താരത്തിൽ ഗ്ലാസുകളുമായി വടക്കിനി കോലായിലൂടെ നടന്നു വന്നു. ഇതായിരിക്കാം ബാനു, എവിടുത്തെ ജോലിക്കാരിയായിരിക്കും, വർഷ ചിന്തിച്ചു. അച്ഛമ്മ താരത്തിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് വർഷയുടെ നേരെ നീട്ടി. വർഷ സംഭാരമായി കുടിച്ചു. കുട്ടിക്കറിയോ, കുട്ടി ജനിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ ശേഖരൻ കുട്ടിയെയും കൊണ്ട് നാട് വിട്ടതാ. ഇവിടെ എല്ലാവരും പറഞ്ഞു ശേഖരനും മോളും അപകടത്തിൽ മരിച്ചു എന്ന്. അച്ഛമ്മ അത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് പുലരിക്കൽ ഭഗവതി ആപത്തൊന്നും വരുത്തില്ല എന്ന് മനസ്സ് പറഞ്ഞായിരുന്നു. നേച്ചാൽ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നേ. ദുർമരണങ്ങൾ അനവധി നടന്നിട്ടുള്ള ഇല്ലായോണ്ട് പാർവതി തമ്പുരാട്ടിന്ന് കരികാലം തുടങ്ങിയതാ. അവസാനായിട്ട് എന്താ ഉണ്ടായത്? ഏടത്തി ഓരോന്ന് പറഞ്ഞാൽ കുട്ടിയെ വെറുതെ പേടിപ്പിക്കാണ്ടിരിക്കുക. 70 വയസ്സിലധികം പ്രായം വരുന്ന ഒരു വയോധികൻ പറഞ്ഞു. അച്ഛമ്മ പഴങ്കഥകൾ പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാട്ടോ. അച്ഛമ്മ വർഷയോട് പറഞ്ഞു. കുട്ടി തെക്കിനിലോട്ട് പോയിക്കൊള്ള. കുട്ടിയുടെ മുറി തെക്കിനിയുടെ ഏറ്റവും അറ്റത്തായിട്ടാ. ആ വയോധികൻ വർഷയോട് പറഞ്ഞു. തെക്കിനി? വർഷ അന്താളിച്ചു. മേളത്തെ നിലയിലാണ് തെക്കിനി. ആ കോണിപ്പടി കയറി പോയിക്കൊള്ളുക. വയോധികൻ പറഞ്ഞു. ശരി, വർഷ പറഞ്ഞു. കുട്ടിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായി കാണില്ലാലേ. ഞാൻ കുട്ടിയുടെ അച്ഛൻ ശേഖരന്റെ ചെറിയച്ഛനാ. കുട്ടി എന്നെ മുത്തശ്ശാന്ന് വിളിച്ചോളൂ കേട്ടോ. ശരി മുത്തശ്ശ. മിടുക്കി. എന്നാ മുറിയിലേക്ക് പോയി ദേഹശുദ്ധി വരുത്തിയിട്ട് ഊണ് കഴിക്കാൻ ഊട്ടുപുരയിലേക്ക് ചെന്നോളൂ. ഓക്കെ മുത്തശ്ശ. വർഷ കോണിപ്പടി കയറി മുകളിലെത്തി. തന്റെ 2 വശത്ത് ഓരോ വഴികൾ വീതം കണ്ടപ്പോൾ വർഷക്ക് ആശങ്കയായി. ഈ തെക്കിനി ഇത് ഏത് ഭാഗത്താണ്? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. തെക്കെന്ന് പറഞ്ഞാൽ വെസ്റ്റ് അല്ലേ? ഫോണിൽ കോമസ് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷ കോമസ് എടുത്ത് നോക്കിയിട്ട് അതിൽ വെസ്റ്റ് എന്ന് കാണിച്ച ദിശയിലേക്ക് നടന്നു. പുലരിക്കലില്ലത്തിന്റെ മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് വർഷയുടെ നാടിലൂടെ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എന്തിലോ ഇടിച്ച് വർഷ നിലത്ത് വീണു. വർഷ പിടഞ്ഞെഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്റെ മുന്നിൽ 30-ൽ താഴെ പ്രായം വരുന്നൊരു യുവകോമളൻ ദേഷ്യത്തോടെ നിൽക്കുന്നു. എവിടെ നോക്കിയാണ് നടക്കുന്നത്? 2 ഉണ്ടക്കണ്ണുണ്ടല്ലോ, വലയെടുത്ത് വായി നോക്കി വന്നിട്ട് ബാക്കിയുള്ളവർ ഇടിച്ചിട്ടോളൂ. ആ യുവാവ് വർഷയോട് പറഞ്ഞു. സോറി പറയാൻ വേണ്ടി വാ തുറന്ന വർഷ അയാളുടെ സംസാരം കേട്ടപ്പോൾ തന്റെ വായടച്ചിട്ട് അയാളെ രൂക്ഷമായി നോക്കി. ഇയാളെ ഏതാ? എന്തൊക്കെ ഇയാൾ ഈ പറയുന്നത്? സോറി പറയാന്ന് കരുതിയപ്പോൾ ഇയാൾ തന്നെ മിക്കിട്ട് കയറാണല്ലോ. ഇനിയിപ്പോ സോറിക്ക് വരെ 2 ചീത്ത പറയാൻ പോതാൻ വർഷ ചിന്തിച്ചു. തനിക്കുണ്ടല്ലോ ഒതളങ്ങ പോലത്തെ 2 കണ്ണുകൾ, നോക്കി നടക്കായിരുന്നല്ലോ. വർഷയെ ഒട്ടും കുറച്ചില്ല. ഒതളങ്ങയോ? വർഷയുടെ പദപ്രയോഗം കേട്ട് അയാൾ കണ്ണുമിഴിച്ച് നിന്നു. താനിന് മനഃപൂർവ്വം വന്ന് ഇടിച്ചല്ലേ? കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേർ കാണുമ്പോൾ ചില ചെക്കന്മാർ ഇങ്ങനെ ഓരോ ചീപ്പ് നമ്പറുകൾ ഇറക്കും. അത് ഇവിടെ ചിലവായില്ല. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരോ? എന്നിട്ട് എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. താൻ പോടും. എന്റെ തറവാട്ടി കയറി വന്ന് എന്നോട് പോകാൻ പറയാൻ നീ ആരടി?
അയാൾ ചോദിച്ചു. ആ ചോദിക്കാൻ താനാരാടോ? ഞാൻ ലക്ഷ്മി തമ്പുരാട്ടിയുടെ മകൻ അനിരുദ്ധ്. നീ ആരടി? ഞാൻ പുലരിക്കൽ ശേഖരന്റെ ഒരേ ഒരു മകൾ വർഷ. ശേഖരമാമയുടെ മകളോ? ശേഖരമാമയും മകളും മരിച്ചെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. മരിച്ചിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. വഴിന്ന് മാറൂ, എനിക്ക് മുറിയിലേക്ക് വേണം. ഹലോ, കൊച്ചമ്പുരാട്ടി ഒന്ന് നിന്നേ. എന്താ? എവിടേക്കാ? എന്റെ മുറിയിലേക്ക്. ആണുങ്ങൾ കിടക്കുന്ന പടിഞ്ഞാറ്റിലാണോടി നിനക്ക് മുറിയൊരുക്കിയിരിക്കുന്നത്? പടിഞ്ഞാറ്റിനെയോ? ഇത് തെക്കിനെയല്ലേ? അല്ല, ഇത് പടിഞ്ഞാറ്റിനെയാ. ഞാൻ കോമ്പസ് നോക്കിയ വെസ്റ്റ് കാണിച്ചല്ലോ. കറക്റ്റാ, ഇത് വെസ്റ്റാ, പടിഞ്ഞാറ്. അയ്യേ, തെറ്റിപ്പോയല്ലോ. തെക്കപ്പോ വെസ്റ്റ് അല്ല. തെക്കിനി അവിടെയാ. കോണിപ്പടി കയറിയിട്ട് എടുത്തോട്ട് അഥവാ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാ തെക്കിനിയിലെത്തും. ദിശ പോലും മര്യാദക്ക് അറിയാത്തവരൊന്ന് കുറ്റിയും പറിച്ചു വരും മറ്റുള്ളവർക്ക് മെനക്കേടുണ്ടാക്കാൻ. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. വർഷ അയാളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് തിരിച്ചടന്നു. എന്ത് ജന്മ ഇത്? ജസ്റ്റ് വഴി പറഞ്ഞതിനാ ഈ ഗമ. ഭാവം കണ്ടാ തോന്നും ഇയാൾ തന്റെ ജീവൻ രക്ഷിച്ചെന്ന്. വർഷ ചിന്തിച്ചു. തെക്കിനിയുടെ ഏറ്റവും അറ്റത്തുള്ള മുറി തുറന്നെടുക്കുന്നുണ്ടായിരുന്നു. വർഷ ആ മുറിക്കുള്ളിലേക്ക് കയറി. വർഷയുടെ പെട്ടിയും സാമാനങ്ങളും ആ മുറിക്കുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള മുറി. മുറിയിൽ നല്ല കാറ്റും വെളിച്ചവും കയറാൻ പാകത്തിൽ 3-4 വലിയ ജനലുകൾ. തുറന്നിരുന്നിരുന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ഇല്ലം വക അമ്പലവും കുളവും കണ്ടു. ഈ നട്ടുച്ച കുളിക്കാനും തനിക്ക് വയ്യ. കുളി വൈകുന്നേരമാവാം. തൽക്കാലം കയ്യും കാലും മുഖവും കഴുകി വസ്ത്രം മാറി താഴേക്ക് ചെല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷ ദേശുദ്ധി വരുത്തിയിട്ട് കോണിപ്പടി ഇറങ്ങി പടിഞ്ഞാറ്റിനി കോലായിലെത്തി. വർഷ പടിഞ്ഞാറ്റിനി കോലായിൽ നടന്ന് വടക്കിനി കോലായിലെത്തി. വടക്കിനി കോലായുടെ അടുക്കള ഭാഗത്തേക്കുള്ള വാതിലൂടെ വർഷ അകത്തേക്ക് പ്രവേശിച്ചു. അടുക്കളയോട് ചേർന്നുള്ള ഊട്ടുപുരയിൽ നിലത്തി വിരിച്ചിട്ടിരിക്കുന്ന പായിൽ അച്ഛനിരിക്കുന്നുണ്ട്. വർഷ അവിടേക്ക് ചെന്ന് അച്ഛൻ്റെ അരിയിലായിരുന്നു. അപ്പോൾ ഒരു കാർന്നൂര് പറഞ്ഞു, കുട്ടി അപ്പുറത്ത് പോയിരിക്കൂ. ഇത് പുരുഷന്മാരുടെ ഊട്ടുപുരയാ, സ്ത്രീകളുടെ ഊട്ടുപുര അപ്പുറത്താ. അവളെ എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോട്ടെ ശങ്കരമാമേ. വർഷയുടെ അച്ഛൻ പറഞ്ഞു. ഹൈ, അതെങ്ങനെയാ ശരിയാവുക? ശങ്കരമാമ ചോദിച്ചു. വർഷ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ ശങ്കര. ആ കുട്ടിക്ക് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും അറിയില്ലാലോ. പിന്നെ ശങ്കരമാമ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ തറവാടിന്റെ കാർന്നൂര് അഥവാ എല്ലാവരും ഭയക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി മുത്തശ്ശനാ. നിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന തൂശനിലയിലേക്ക് ജോലിക്കാർ ഭക്ഷണം വിളമ്പി. ഒരു ചെറിയ സദ്യയുടെ പ്രതീതിയായിരുന്നു. ഊണ് കഴിച്ചതിന് ശേഷം വർഷ ഇല്ലത്തിന് പുറത്തേക്ക് ഇറങ്ങി. തൊടിയിലൂടെ നടന്നു. വർഷക്കുഞ്ഞെ, അധികം ദൂരേക്ക് പോകണ്ടാട്ടോ, ഇഴജന്തുക്കളൊക്കെ ധാരാളമുള്ള സ്ഥലാ. വർഷ തൊടിയിലൂടെ നടക്കുന്നതുകൊണ്ട് ഭാനുമതി വിളിച്ചു പറഞ്ഞു. ഓക്കെ ചേച്ചി. ഇടതിങ്ങി നിൽക്കുന്ന മാവ്, പ്ലാവ്, പാല, വാഗ, അരയാൽ, ആഞ്ഞിലി മുതലായ മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധ ചെടികളും നിറഞ്ഞ തൊടിയിലൂടെ നടന്ന് വർഷ സർപ്പക്കാവിലെത്തി. ഇത് കാവല്ലേ, അകത്തേക്ക് കയറണമെന്ന് മനസ്സ് പറയുന്നു. പക്ഷേ സർപ്പക്കാവിനുള്ളിൽ ചെരുപ്പിടാൻ പാടില്ലല്ലോ. ചെരുപ്പുകളിവിടെ ഊരിയിട്ടേക്കാം. വർഷ ചിന്തിച്ചു. ചെരുപ്പുകൾ ഒരു മരച്ചൂട്ടിൽ ഊരിയിട്ട ശേഷം വർഷ കാവിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങളുടെ ചിലകളിലൂടെ സൂര്യകിരണങ്ങൾ കാവിന്റെ തണുത്ത മണ്ണിനെ ചൂടുപിടിപ്പിക്കാൻ വിഫലമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനാൽ നട്ടുച്ചക്കും കാവിനുള്ളിൽ തണുപ്പായിരുന്നു. എങ്ങും പറന്നടക്കുന്ന അപ്പൂപ്പന്താടികൾ, പിഞ്ചു കൈകളെയും കാത്ത് മണ്ണിൽ വാനം നോക്കി കിടക്കുന്ന മഞ്ചാടി കുരുക്കൾ, വിവിധയിനം പക്ഷികളുടെ കളകൂജനം എങ്ങും നിറഞ്ഞു നിന്നു. കൃഷ്ണതുളസിയുടെയും പലതരം പൂക്കളുടെയും സമ്മിശ്ര ഗന്ധവും പേറി തെക്കൻ കാറ്റുമെല്ലെ വീശി. ഈ കാവ് ഇതിലെ താൻ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത്? അതെ, ഇത് തന്നെയാണ്. ആൽമരച്ചോട്ടിലുള്ള നാഗത്തറയും നാഗപ്പുറ്റുകളും കാറ്റിൽ പറക്കുന്ന കരിയിലകളും കാവൽക്കാരെ പോലെ നിൽക്കുന്ന പാലമരങ്ങളുമെല്ലാം താൻ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ ഇതെങ്ങനെ സാധ്യമാവും? വർഷ അന്താളിച്ചു. പെട്ടെന്ന് അതിശക്തമായ കാറ്റിൽ വർഷയുടെ കണ്ണുകളിൽ പൊടിപടലങ്ങൾ വീണു. വർഷ കണ്ണുകൾ ഇറുക്കിയടച്ചതും വർഷയുടെ കൺമുമ്പിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. ആൽത്തറയിൽ മുണ്ടും പാവമെടുത്തൊരു പെൺകുട്ടിയും ഷർട്ടും മുണ്ടും ഇട്ടൊരു പുരുഷനും ഇരിക്കുന്നു. നമുക്ക് നാട് വിട്ടു പോകാൻ ശിവേട്ട. ഇല്ലത്തുള്ളവർ സമ്മതിച്ചിട്ട് നമ്മുടെ വേടി നടക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പാറൂട്ടി, ശിവന് പാർവതി തമ്പുരാട്ടിയെ മറക്കാൻ പറ്റില്ല. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ നീ. എനിക്ക് സന്തോഷമായി. ഞാൻ എത്ര വട്ടം നിന്നെ വിളിച്ചാ? നീയല്ലേ കാത്തിരിക്കാൻ പറഞ്ഞ്. നീക്ക് കോയമ്പത്തൂർ ജോലിയുള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എൻ്റെ പാറൂട്ടിക്ക് ഒരു കുറവും വരുത്താൻ ഞാൻ നോക്കിക്കോളാം. ആയില്യം പൂജ കഴിഞ്ഞ് രാത്രി ഇല്ലത്തുള്ളവർ ഉറക്കായി കഴിയുമ്പോൾ ഞാൻ കാവിൽ വരാം. നമുക്ക് ഈ നാടിൽ ഉപേക്ഷിച്ച് പോവാം. എന്തിനാപ്പ കാവിൽ വരണേ? പത്തായപ്പുരക്ക് മുന്നിൽ വരുന്നല്ലേ പാറൂട്ടി പോവാൻ എളുപ്പം. പോകും മുമ്പ് നാഗദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങണം. നാഗദൈവങ്ങൾ കോപിച്ചാൽ നമ്മുടെ പരമ്പരകൾ ദുരിതമനുഭവിക്കേണ്ടി വരും. അറിയില്ലേ ശിവേട്ട? അറിയാം. എൻ്റെ പാറൂട്ടി പറയും പോലെ ആവട്ടെ. അത് കേട്ടതും പാർവതി ശിവന്റെ തോളിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ട് പാർവതി ഓടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. ആരോ വരുന്നുണ്ട്. ശിവേട്ടൻ പോയിക്കോളൂ, ഞാൻ ഇല്ലത്തേക്ക് ചെല്ലട്ടെ. നാഗത്തറയിൽ വെച്ചിരിക്കുന്ന ചെറിയ വിളക്കും കയ്യിലേന്തിക്കൊണ്ട് പാർവതി പറഞ്ഞു. അങ്ങനെ ആവട്ടെ. നടന്നതിനു മുമ്പ് ശിവൻ പറഞ്ഞു. പിന്നെ വർഷയുടെ കൺമുമ്പിൽ തെളിഞ്ഞത് മറ്റൊരു ദൃശ്യമായിരുന്നു. നാഗപ്പൊത്തിലേക്ക് കൈവച്ചുകൊണ്ട് നിലവിളിക്കുന്ന പാർവതി. എന്റെ ജീവൻ കൂടി കൊത്തിയെടുത്തോളും നാഗദൈവങ്ങളെ. ദിനവും ഭക്തിയോട് നാഗത്തലിൽ തിരിതെളിച്ചാൽ ഈ പാർവതി. എന്നിട്ട് എന്തിനാണ് ഈ ദ്രോഹം ചെയ്ത്? ഇങ്ങനെ ജീവിക്കേണ്ട, എന്നെ കൂടി എടുത്തോളൂ.
പെട്ടെന്നൊരു കരിനാഗം പൊത്തിൽ നിന്നിറങ്ങി വന്ന് പാർവതിയുടെ കയ്യിൽ കുത്തി. വർഷയുടെ കൺമുമ്പിൽ കിടന്ന് പാർവതി പിടഞ്ഞു മരിച്ചു. അത് കണ്ട് ഭയചകിതയായ വർഷ നിലവിളിച്ചുകൊണ്ട് ഇല്ലത്തേക്ക് ഓടി. ഓട്ടത്തിനിടയിൽ വർഷയുടെ കാലുകൾ ചാഞ്ഞു കിടന്നിരുന്ന ഒരു മരക്കൊമ്പിൽ തട്ടി. വർഷ നിലത്തേക്ക് വീണു. വർഷ എഴുന്നേറ്റ് നോക്കുമ്പോൾ അനിരുദ്ധ് തന്റെ കൺമുമ്പിൽ സംശയദൃഷ്ടിയോടെ നിൽക്കുന്നു. എന്താടി ഓടിപ്പാഞ്ഞു വരുന്നത്? ഒന്നുമില്ല. നിനക്ക് ഏതു നേരവും തലയും കുത്തി വീഴലാണോ പണി? അല്ല. അതെ, ഈ കാവിലൊക്കെ ഒറ്റക്കിടന്ന് ചുറ്റുന്ന അത്ര നല്ലതല്ല. ഉപദേശം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഇല്ലത്തേക്ക് നടന്നു. അഹങ്കാരി എന്ന് അനിരുദ്ധ് പറയുന്ന വർഷ കേട്ടു. വർഷ അനിരുദ്ധിനെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയിട്ട് ഇല്ലത്തേക്ക് കയറി. വർഷ തന്റെ മുറിയിൽ കയറി വാതിലടച്ചിട്ട് ചിന്തയിലാണ്ടു. താൻ എന്തൊക്കെയാണ് സർപ്പകാവിൽ കണ്ടത്? ശിവപാർവതി പ്രണയം, മരണം. താൻ ഇല്ലത്തേക്ക് വന്നപ്പോൾ അച്ഛമ്മ പറഞ്ഞു ഓർക്കുന്നു, ഒരുപാട് മരണങ്ങൾ നടന്നിരിക്കുന്നുവെന്ന്. താൻ ഇന്ന് കാവിൽ കണ്ട പാർവതിയും അച്ഛമ്മ പറഞ്ഞ പാർവതിയും ഒരാൾ തന്നെയാണോ? പാർവതി എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്ത്? ശിവൻ പാർവതിയെ ചതിച്ചു കാണുമോ? അല്ലെങ്കിൽ ശിവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? ഉത്തരമില്ലാത്ത അനവധി ചോദ്യങ്ങൾ, എന്നാൽ ഉത്തരങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ. അച്ഛമ്മയോട് ചോദിക്കണം പാർവതി ആരാണെന്ന് വർഷ ചിന്തിച്ചു. വർഷ കട്ടിൽ നിന്നിറങ്ങി ജനലിൽ വന്നിട്ട് പുറത്തേക്ക് നോക്കി. ഇല്ല, സർപ്പക്കാവിയുടെ നോക്കിയിട്ട് കാണാൻ സാധിക്കില്ല. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനാൽ സർപ്പക്കാവിലേക്കുള്ള കാഴ്ച മറക്കപ്പെടുന്നു. തലക്ക് തീ പിടിക്കും പോലെ തോന്നി. നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ബുദ്ധി തെളിഞ്ഞേനെ. കൂടാതെ തലയൊന്ന് തണുക്കുകയും ചെയ്യും. കുളത്തിൽ പോയെന്ന് മുങ്ങിക്കുളിക്കാം വർഷ ചിന്തിച്ചു. വർഷ നേരെ പോയത് അച്ഛമ്മയുടെ അടുത്തേക്കാണ്. കുളത്തിൽ മുങ്ങിക്കുളിക്കണമെന്ന ആവശ്യം വർഷ ഉണർത്തിച്ചപ്പോൾ അച്ഛമ്മ കുളത്തിൽ കുളിക്കാൻ ആവശ്യമായ സാമഗ്രികൾ കൊടുത്ത ശേഷം കുളത്തിലേക്കുള്ള വഴി വർഷക്ക് പറഞ്ഞു കൊടുത്തു. അച്ഛമ്മ പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ നടന്ന് വർഷ കുളപ്പടവിലെത്തി. ആദ്യം കണ്ട കുളപ്പടവിലേക്ക് വർഷ കയറി. കുളപ്പുരയുടെ വാതിൽ ചാരി അച്ഛമ്മ തന്ന ഒറ്റമുണ്ടെടുത്ത ശേഷം കാച്ചി എണ്ണ അല്പം എടുത്ത് തന്റെ നീണ്ട തലമുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വർഷക്കുളത്തിന്റെ വെട്ടുകളിൽ തീർത്ത പടവുകൾ ഇറങ്ങി. വർഷ തന്റെ വലത്തേകാല കുളത്തിലെ തെളിനീരിൽ മുക്കി. കാലിലെ തണുപ്പ് ശരീരമാസകലം ഇരച്ചു കയറിയപ്പോൾ വർഷ തന്റെ കാല് പിൻവലിച്ചു. താൻ വിചാരിച്ചാലും തണുപ്പുണ്ടല്ലോ കുളത്തിലെ വെള്ളത്തിന്. ഒരു കണക്കിന് നന്നായി. തല നന്നായി തണുക്കുമെന്ന കാര്യം സുനിശ്ചിതം എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷക്കുളത്തിലേക്ക് എടുത്തിയാടി. വർഷക്കുളത്തിൽ മുങ്ങി നിവർന്നു. ആപാത ചൂടം നനഞ്ഞു കുളത്തിൽ കുളിക്കുന്ന ആദ്യമായിട്ടാണ്. കുളത്തിലെ കുളി തനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വിമ്മിംഗ് പൂളിലെ രാസവസ്തുക്കൾ ചേർത്ത വെള്ളത്തിൽ കുളിച്ചാൽ കിട്ടില്ല ഈ അനുഭൂതി. പണ്ട് താൻ ഒരുപാട് നേരം ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. തന്റെ കൂട്ടുകാരെക്കാൾ ഒരുപാട് നേരം ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ തനിക്കാണ് സാധിച്ചിരുന്നത്. കുളത്തിലെ വെള്ളത്തിൽ തന്റെ വൈഭവം പരീക്ഷിക്കാൻ ഒരു മോഹം. വർഷ മുങ്ങാകുഴിയിട്ടു. അപ്പോഴാണ് അനിരുദ്ധ് ഒരു സുഹൃത്തിനോടൊപ്പം കുളപ്പടവിൽ കുളിക്കാനെത്തിയത്. വർഷയുടെ വസ്ത്രങ്ങൾ കുളപ്പടവിന്റെ അങ്ങേയറ്റത്ത് വെച്ചിരുന്നതിനാൽ അവരിരുവരുടെയും ശ്രദ്ധയിലാവപ്പെട്ടില്ല. വർഷ കുളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാര്യമറിയാതെ അവരിരുവരും കുളപ്പടവിലിരുന്നു. എടാ അനിരുദ്ധേ, ഇല്ലത്തേതോ മുമ്പിക്കാരി കുച്ചമ്പറട്ടി വന്നിട്ടെന്ന് കേട്ടല്ലോ. ആ, അനിരുദ്ധ് അലസമായി പറഞ്ഞു. നീ ആളെ കണ്ടോടാ? എന്നിട്ട് കൊള്ളാവോ? ഓ, ഒരഹങ്കാരി പെണ്ണ്. കാണാൻ കൊള്ളാവടാ. അഹങ്കാരിയെ കാണാൻ കൊള്ളാമെങ്കിൽ എന്ത്, കൊള്ളില്ലെങ്കിൽ എന്ത്? എന്തായാലും അവൾക്ക് വരാൻ കണ്ട ടൈം കൊള്ളാം. ആ ഭട്ടതിരിപ്പാട് പറഞ്ഞ് ഇല്ലത്ത് വീണ്ടും ഒരു ദുർമരണം കൂടി നടക്കുന്നല്ലേ. നമുക്ക് തിരിച്ചു പോയാലോ? എന്ത്, നിനക്ക് പേടിയുണ്ടോ? പേടിയില്ല. ദുർമരണം സംഭവിച്ചാൽ പിന്നെ പോലീസ് കേസൊക്കെ ആയി തൂങ്ങേണ്ടി വരും. അത് മാത്രമല്ല, പണ്ട് മരണപ്പെട്ടവരുടെ ആത്മാക്കൾ ഇവിടെ കരഞ്ഞടക്കുന്നുണ്ടെന്നല്ലേ നിന്റെ മുത്തച്ഛൻ പറയുന്നത്. അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളാണ്. കുളത്തിലേക്ക് നോക്കിയപ്പോൾ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ നീണ്ട തലമുടി അനിരുദ്ധിന്റെ സുഹൃത്തിന്റെ കണ്ണിൽപ്പെട്ടു. അതൊരു സ്ത്രീയുടെ മുടിയല്ലേ? നീണ്ട തലമുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് സുഹൃത്ത് ഭീതിയോടെ പറഞ്ഞു. അതെ, അനിരുദ്ധ അത്ഭുതത്തോടെ പറഞ്ഞു. എന്താ അത്? ആരാത്? സുഹൃത്തിന്റെ ഭീതി വർദ്ധിച്ചു. പെട്ടെന്നാണ് വർഷ കുളത്തിൽ നിന്ന് പൊങ്ങി വന്ന്. ജലത്തിൽ നിന്ന് പൊങ്ങി വന്ന വർഷയെ കണ്ട അനിരുദ്ധിന്റെ സുഹൃത്ത് പേടിച്ച് വിളിച്ചു പറഞ്ഞു, അയ്യോ എന്നിട്ട് അയാൾ നിലവിളിച്ചുകൊണ്ട് കുളപ്പടവിന് പുറത്തേക്ക് ഓടി. അനിരുദ്ധ വർഷയെ കണ്ണുമിഴിച്ച് നോക്കിയെന്ന് പോയി. അനിരുദ്ധ കുളപ്പടവിലിരിക്കുന്ന വർഷം ഞെട്ടിത്തരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.